അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദഫ്കളി സമഗ്ര പഠനം എന്ന വിഷയത്തിൽ അനാസാഗർ ഇസ്ലാമിക ആർട്ട് മീഡിയയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ദഫ്കളി സമഗ്ര പഠനം എന്ന വിഷയം. സത്യത്തിൽ ദഫ്കളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പഠന ഡാറ്റാസുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ മീഡിയകളിൽ നിന്ന് ലഭിക്കൽ വളരെ വിരളമായിട്ട് ദുർലഭമായ ഡാറ്റാസ് മാത്രമേ നമുക്ക് ലഭ്യമാവുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ 21 വർഷത്തോളം ദഫ് രംഗത്ത് പ്രവർത്തിക്കുന്ന കളി രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ഇതിനു മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് ദഫ് കളി സമഗ്ര പഠനം എന്ന ഈ പുസ്തകം. അൽഹംദുലില്ലാഹ് കേരളത്തിൽ ദഫ് കളി രംഗത്ത് വിധികർത്താക്കളായും പരിശീലകരായും പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ എഴുതി തയ്യാറാക്കി സമർപ്പിച്ച ഒരു പുസ്തകമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം എഴുതാനും 21 വർഷം ഈ കലാരംഗത്ത് പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള വിവരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഈ മീലാദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യത്തിൽ പങ്കുവെക്കുന്നു എന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ ഞാനുമായി കൊണ്ട് എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 97 44 70 31 80. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദഫ് കളി എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്താണ്. ആ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഈ കലാരൂപത്തിന്റെ ഭാവങ്ങളെ സംബന്ധിച്ച്, ഇതിന്റെ കാൽവഴികൾ കൈവഴികളെ സംബന്ധിച്ച് സംസാരിക്കൽ ആവശ്യമാണ്. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഇതൊരു കലാരൂപമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരം ഇതിനാവശ്യമാണ്. അതിന്റെ പഠനങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്കൊരുപാട് ഹദീസുകൾ നമുക്ക് ലഭ്യമാണ്. ഖൈബറിൽ മുസ്ലിം സൈന്യം വിജയിച്ചാൽ ദഫ് മുട്ടാൻ നേർച്ചയാക്കിയ സ്ത്രീയോട് വിജയിച്ചതിന് ശേഷം നിന്റെ നേർച്ച നീ പൂർത്തീകരിക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്ന നബിയെ ദഫ് മുട്ടി സ്വീകരിക്കാൻ നേർച്ചയാക്കിയ സ്ത്രീ ആ സമയത്ത് രോഗിയായതിനാൽ ആ സ്ത്രീക്ക് ദഫ് മുട്ടി നബിയെ സ്വീകരിക്കാൻ സാധ്യമായില്ല. ഈ വിവരം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇനി നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കോ. അപ്പോൾ ആ സ്ത്രീ നബിയുടെ മദ്ഹ് പാടിക്കൊണ്ടോ മറ്റോ ആ നേർച്ച പൂർത്തിയാക്കി എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ഈ കലാരൂപത്തിന്റെ ഇസ്ലാം